എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്കൊരു ടീ ടേൺ. നമസ്കാരം. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ അരമണിക്കൂർ. സംസ്ഥാനത്ത് ഇന്നും 4000 കടന്ന് കോവിഡ് കേസുകൾ. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 4125 പേർക്ക്. രോഗം സ്ഥിരീകരിച്ചവരിൽ 87 ആരോഗ്യ പ്രവർത്തകരും 19 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നാളെ മുതൽ കൂടുതൽ ലോക്ഡൌൺ ഇളവുകൾ. സർക്കാർ ഓഫീസുകളിൽ മുഴുവൻ ജീവനക്കാർക്കും എത്താം. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തുന്നവർക്ക് 7 ദിവസത്തെ ക്വാറന്റൈൻ മാത്രം. 7 ദിവസത്തിന് ശേഷം കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് നിർദ്ദേശം. നയതന്ത്ര പാഴ്സൽ കേസിൽ സിയാറ്റിൽ NIA പരിശോധന. സ്റ്റോക്ക് ഇൻചാർജിന്റെയും മതഗ്രന്ഥം കൊണ്ടുപോയ വാഹനത്തിന്റെ ഡ്രൈവറുടെയും മൊഴിയെടുത്തു. വാഹനവും പരിശോധിച്ചു. സിയാറ്റ് മുൻ ഡയറക്ടർ അബ്ദുൾ റഹ്മാനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനെ NIA കസ്റ്റഡിയിൽ വിട്ടു. കോടതി ഉത്തരവ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം പരിഗണിച്ച്. കസ്റ്റംസ് കേസിൽ സന്ദീപ് നായർക്ക് ജാമ്യം. പ്രതികളെ ചോദ്യം ചെയ്യാൻ ആദായ നികുതി വകുപ്പിന് അനുമതി. വിവാദങ്ങളോട് പ്രതികരിച്ച് മന്ത്രി KT ജലീൽ. ജാഗ്രതക്കുറവ് സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രി 24-നോട്. കോൺസുലേറ്റിൽ നിന്നുള്ള പാഴ്സലുകൾ സ്വീകരിച്ചത് കസ്റ്റംസ് ക്ലിയറൻസിന് ശേഷം. സ്വപ്നയുമായി 3 വർഷത്തെ ഔദ്യോഗിക ബന്ധം മാത്രമെന്നും മന്ത്രി. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യ ചൈന സംയുക്ത പ്രസ്താവന. സംഘർഷ മേഖലകളിൽ അധിക സൈനിക വിന്യാസം നടത്തില്ല. വൈകാതെ അടുത്ത ഘട്ട കമാൻഡർ തല ചർച്ച നടക്കും. അംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ന്യായീകരിച്ച് രാജ്യസഭാ അധ്യക്ഷൻ. മാപ്പ് പറഞ്ഞാൽ നടപടി പിൻവലിക്കാമെന്ന് M വെങ്കയ്യ നായിഡു. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. കാർഷിക ബിൽ ഭേദഗതികളോടെ അവതരിപ്പിക്കണമെന്ന് കോൺഗ്രസ്. സർക്കാർ കർഷക വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. കർഷക ബില്ലിനെതിരായ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. ബില്ലിനെതിരെ പ്രതിഷേധിച്ച MPമാർക്കെതിരായ നടപടി പിൻവലിക്കാത്തതിനെ തുടർന്ന് ലോക്സഭ കൂടി ബഹിഷ്കരിക്കാൻ ഇടതു പാർട്ടികൾ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. വിഷയം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം നാളെ. പാലാരിവട്ടം പാലം പൊളിച്ചു പണിയാൻ സുപ്രീം കോടതിയുടെ അനുമതി. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ചു. ഭാരപരിശോധന വേണമെന്ന ഹൈക്കോടതി വിധി റദ്ദാക്കി. ജനതാൽപര്യം മുൻനിർത്തി പാലം പണി വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് കോടതി. പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് E. ശ്രീധരൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി. 2015 നിയമസഭയിലെ കയ്യാങ്കളി കേസ് അവസാനിപ്പിക്കണമെന്ന സർക്കാർ ആവശ്യം കോടതി തള്ളി. ആവശ്യം നിരാകരിച്ചത് തിരുവനന്തപുരം CGM കോടതി. പ്രതികൾ ഹാജരാകണമെന്ന് നിർദ്ദേശം. മന്ത്രി EP ജയരാജൻ ഉൾപ്പെടെ 6 MLAമാർ കേസിൽ പ്രതികളാണ്. അൽ-ഖ്വയ്ദ ഭീകരരെന്നാരോപിച്ച് കേരളത്തിലും പശ്ചിമ ബംഗാളിലും പിടിയിലായ 9 പേരിൽ 6 പേര് റിമാൻഡ് ചെയ്തു. പ്രതികളെ 4 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ഡൽഹി പട്യാല ഹൌസ് കോടതി. ഡൽഹിയിലടക്കം ആക്രമണം നടത്താൻ ഭീകരർ പദ്ധതിയിട്ടുവെന്ന് NIA. സംസ്ഥാനത്ത് നടക്കുന്ന സമരങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി. സമരങ്ങൾ നാടിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന തിരിച്ചറിവാണ് വേണ്ടത്. സാമൂഹ്യകലം പാലിക്കാതെയുള്ള സമരങ്ങൾ കോവിഡ് പ്രതിരോധത്തെ തകർക്കും. രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരവാദിത്തം കാണിക്കണമെന്നും മുഖ്യമന്ത്രി. ശമ്പളം മാറ്റിവെക്കലിൽ സർവീസ് സംഘടനകൾക്ക് മുന്നിൽ പുതിയ നിർദ്ദേശവുമായി സംസ്ഥാന സർക്കാർ. മാറ്റിവെച്ച ശമ്പളം ധനകാര്യ സ്ഥാപനങ്ങൾ വഴി പണമായി നൽകാമെന്ന് ധനമന്ത്രി. ഓണം അഡ്വാൻസോ PF ലോണോ എടുത്തവർക്ക് തിരിച്ചടയ്ക്കാൻ 6 മാസത്തെ സാവകാശം നൽകും. തീരുമാനം നാളെ വൈകുന്നേരത്തിനകം രേഖാമൂലം അറിയിക്കണമെന്ന് സർവീസ് സംഘടനകളുടെ യോഗത്തിൽ ധനമന്ത്രി. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ MC കമറുദ്ദീൻ MLA ഉടൻ ചോദ്യം ചെയ്യുമെന്ന് ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻ കുട്ടി. അന്വേഷണത്തിൽ സമ്മർദ്ദങ്ങളില്ല. അന്വേഷണം ശരിയായ ദിശയിൽ. ആവശ്യമായ ഘട്ടത്തിൽ അന്വേഷണ സംഘം വിപുലീകരിക്കുമെന്നും SP. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതിക്ക് കോവിഡ്. രോഗം സ്ഥിരീകരിച്ചത് 5ാം പ്രതിക്ക്. പ്രതികൾക്കായി സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കാൻ മാറ്റി. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഈ ആഴ്ച നുണപരിശോധന. പ്രകാശൻ തമ്പി, അർജുൻ, വിഷ്ണു സോമസുന്ദരം, കലാഭവൻ സോബി എന്നിവരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കും. വെള്ളി ശനി ദിവസങ്ങളിൽ കൊച്ചിയിൽ വെച്ച് നുണപരിശോധന നടത്തുമെന്ന് CBI. കാലിക്കറ്റ് സർവകലാശാലയിൽ 116 അധ്യാപക തസ്തികകളിലേക്ക് പിൻവാതിൽ നിയമനത്തിന്
സർക്കാർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്. നിയമനം PSCക്ക് വിടണമെന്നാവശ്യം. പിൻവാതിൽ നിയമനത്തിൽ KT ജലീൽ കൂട്ടുപ്രതിയാണോ എന്നറിയണമെന്നും പി കെ ഫിറോസ്. ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ വീണ്ടും ചർച്ച നടത്താൻ സർക്കാർ. ചർച്ച നടക്കുക ഒക്ടോബർ 5-ന്. ഇരു വിഭാഗങ്ങളെയും ഒരുമിച്ചിരുത്തിയാകും ചർച്ച. ബേപ്പൂർ പുറംകടലിൽ അകപ്പെട്ട 11 മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. മത്സ്യബന്ധന ബോട്ട് തകരാറിലായി കടലിലകപ്പെട്ടത് തമിഴ്നാട് കുളച്ചൽ സ്വദേശികൾ. രക്ഷാപ്രവർത്തനം 3 മണിക്കൂർ നീണ്ടു. രക്ഷപ്പെടുത്തിയവരെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. തൊഴിലുറപ്പ് പദ്ധതി പുനഃക്രമീകരിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ലോക്സഭയിൽ. കോവിഡ് പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുന്ന ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് തൊഴിലവസരം നൽകുന്ന രീതിയിൽ പദ്ധതി ക്രമീകരിക്കണം. ചുരുങ്ങിയത് 200 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 55 ലക്ഷം കടന്നു. പുതുതായി 75,083 കേസുകളും 1053 മരണവും. ആകെ മരണം 88,935. ഡൽഹിയിൽ 3,816 പേർക്ക് കൂടി കോവിഡ്. ഇന്ന് റിപ്പോർട്ട് ചെയ്തത് 37 മരണം. സംസ്ഥാനത്ത് രോഗം ബാധിച്ചവരുടെ എണ്ണം 2,53,000 കടന്നു. ആകെ മരണം 5,051. അവശ്യ വസ്തുക്കളുടെ ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസായി. കാർഷിക ബില്ലുകളിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബില്ലാണിത്. ബില്ല് പാസാക്കിയത് പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ. പ്രതിപക്ഷ MPമാർക്കെതിരെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് കത്തെഴുതി രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് സിംഗ്. കാർഷിക ബിൽ അവതരണത്തിനിടെ MPമാരുടെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റം ഉണ്ടായെന്ന് കത്തിൽ പരാമർശം. ഇന്ത്യ പാക് അതിർത്തിയിൽ ഡ്രോൺ വഴി കടത്താൻ ശ്രമിച്ച ആയുധങ്ങൾ സൈന്യം പിടിച്ചെടുത്തു. 2 AK-47 തോക്കുകളും തിരകളുമടങ്ങുന്ന പാക്കേജ് കണ്ടെത്തിയത് അക്നൂർ സെക്ടറിൽ. ജൂൺ 5-ന് ശേഷം ഡ്രോൺ ഉപയോഗിച്ച് ആയുധം കടത്താൻ ശ്രമം നടക്കുന്നത് ഇത് 5-ാം തവണ. രാജ്യത്ത് കോവിഡ് മുക്തരുടെ പ്രതിദിന കണക്കിൽ വൻ വർധന. 24 മണിക്കൂറിടെ 1 ലക്ഷത്തിലധികം പേർക്ക് രോഗമുക്തി. രോഗമുക്തി നിരക്ക് 80% കടന്നു. നടി കങ്കണ റണാവത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം പൊളിച്ച കേസ് ബോംബെ ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. കെട്ടിടം പൊളിക്കാൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥനും ശിവസേന നേതാവ് സഞ്ജയ് റാവത്തിനും കേസിൽ കക്ഷി ചേരാൻ അനുമതി. മുല്ലപ്പെരിയാർ അണക്കെട്ട് മേൽനോട്ട സമിതി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നുവെന്നാരോപിച്ച ഹർജികളിൽ കേരള തമിഴ്നാട് സർക്കാരുകൾക്ക് സുപ്രീം കോടതി നോട്ടീസ്. കേന്ദ്ര സർക്കാരും കേന്ദ്ര ജല കമ്മീഷനും നിലപാട് വ്യക്തമാക്കണമെന്ന് കോടതി. നടപടി ജസ്റ്റിസ് RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ചിന്റേത്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ലഹരിമരുന്ന് ഇടപാട് കേസുകളും NIAക്ക് അന്വേഷിക്കാൻ അധികാരം. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. ഇൻസ്പെക്ടർ റാങ്കിലോ അതിനു മുകളിലോ ഉള്ള ഉദ്യോഗസ്ഥർക്കാണ് ലഹരിമരുന്ന് കേസുകൾ അന്വേഷിക്കാൻ അധികാരം. സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് ബാധിതർക്കായി കൂടുതൽ കിടക്കകൾ മാറ്റിവെക്കണമെന്ന ഡൽഹി സർക്കാർ ഉത്തരവിന് സ്റ്റേ. നടപടി ഡൽഹി ഹൈക്കോടതിയുടേത്. സ്വകാര്യ ആശുപത്രികളിലെ 80% ICU കിടക്കകൾ കോവിഡ് ബാധിച്ചവർക്കായി മാറ്റിവെക്കണമെന്നായിരുന്നു സർക്കാരിന്റെ ഉത്തരവ്. രാജ്യത്ത് റഷ്യൻ കോവിഡ് വാക്സിൻ സ്പുട്നിക് 5ന്റെ പരീക്ഷണം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആരംഭിക്കാനാകുമെന്ന് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്. 1000 മുതൽ 2000 വരെ ആളുകളിലാവും പരീക്ഷണം. 100 മില്യൺ വാക്സിൻ ഡോസ് കൈമാറാൻ റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും ഡോക്ടർ റെഡ്ഡി ലബോറട്ടറിയും തമ്മിൽ ധാരണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ 58 രാജ്യങ്ങൾ സന്ദർശിച്ചെന്ന് കേന്ദ്ര സർക്കാർ. 2015 മുതൽ നടത്തിയ സന്ദർശനത്തിനായി ചെലവഴിച്ചത് 517 കോടി രൂപ. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രാജ്യസഭയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് സമാജ്വാദി പാർട്ടി. ലാലു പ്രസാദ് യാദവിന്റെ RJDക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഔദ്യോഗിക ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ലോക്ഡൌണിൽ ദുരിതത്തിലായ ലൈംഗിക തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകുന്നതിൽ തീരുമാനമറിയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഒരാഴ്ച കൂടി സമയം. ഉത്തരവ് ജസ്റ്റിസുമാരായ LN റാവു, ഹേമന്ത് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേത്. സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് ദർബാർ മഹിളാ സമന്വയ കമ്മിറ്റി.
സിനിമാ താരവും മറാത്തി നാടക കലാകാരിയുമായ ആശാലത വാവ്ഗനോക്കർ കോവിഡ് ബാധിച്ച് മരിച്ചു. 79 വയസ്സായിരുന്നു. കോവിഡ് സ്ഥിരീകരിച്ചത് ടെലിവിഷൻ ഷോയുടെ ഷൂട്ടിങ്ങിനിടെ. ഈ മാസം 28 മുതൽ സ്കൂളുകൾ തുറക്കാൻ മാർഗനിർദ്ദേശം പുറത്തിറക്കി ബീഹാർ സർക്കാർ. 9 മുതൽ 12 വരെ ക്ലാസുകൾ തുടങ്ങാൻ അധ്യാപകരിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ചു. ഹോസ്റ്റലുകളും കോച്ചിംഗ് സെന്ററുകളും തുറക്കേണ്ടെന്ന് തീരുമാനം. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3,15,65,000 കടന്നു. പുതുതായി 14,105 പേർക്ക് രോഗബാധ. ആകെ മരണസംഖ്യ 9,70,800. അമേരിക്കയിൽ 70 ലക്ഷത്തിലധികം കോവിഡ് ബാധിതർ. കോവിഡ് വായുവിലൂടെ പടരുന്നതിന് കൂടുതൽ തെളിവുണ്ടെന്ന് കാണിച്ച് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ തെറ്റുണ്ടെന്ന് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. തെറ്റുകൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്ത മാർഗനിർദ്ദേശങ്ങളിൽ CDCയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ പോസ്റ്റ് നീക്കം ചെയ്തു. ബ്രിട്ടനിൽ കോവിഡ് വ്യാപനം അപകടകരമായ ഘട്ടത്തിലെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. കോവിഡ് വ്യാപനം തുടർന്നാൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പ്. മാസ്ക് നിർബന്ധമാക്കിയ ഉത്തരവിന്റെ കാലാവധി നീട്ടുമെന്നും ബോറിസ് ജോൺസൺ. ചൈനയിൽ ജനന നിരക്കിൽ കുറവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ. രാജ്യത്ത് വംശഹത്യ നടന്നിട്ടില്ലെന്നും ഭരണകൂടം. രാജ്യത്തെ കുടുംബാസൂത്രണ പദ്ധതികളുടെ വിജയമാണ് ഇതെന്നും വിശദീകരണം. ഇറാനുമേൽ പുതിയ ഉപരോധവുമായി അമേരിക്ക. ഇറാനുമായി ആയുധ വ്യാപാരം നടത്തുന്ന വിദേശ രാജ്യങ്ങൾക്കും കമ്പനികൾക്കും പിഴ ഈടാക്കാനുള്ള ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഇറാനുമായി ആയുധ ആണവ ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന 24 സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഉപരോധം ഏർപ്പെടുത്തി. സ്പുട്നിക് 5 കോവിഡ് വാക്സിൻ വിതരണം ചെയ്യാൻ പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്ന് റഷ്യ. വാക്സിന് പാർശ്വഫലമുണ്ടായാൽ ഉത്തരവാദിത്തം വിതരണക്കാരിൽ മാത്രം കെട്ടിവെക്കില്ലെന്നും റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. വാക്സിനുമേലുള്ള ബാധ്യത പൂർണ്ണമായും രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് യൂറോപ്യൻ നിർമ്മാതാക്കൾ ആവശ്യപ്പെടുമ്പോഴാണ് റഷ്യയുടെ പ്രതികരണം. കോവിഡ് വാക്സിൻ വിതരണത്തിന് 156 രാജ്യങ്ങൾ കൈകോർത്തെന്ന് ലോകാരോഗ്യ സംഘടന. സഖ്യത്തിൽ അമേരിക്കയും ചൈനയും ഇതുവരെ ചേരാൻ തയ്യാറായിട്ടില്ലെന്നും ഇരു രാജ്യങ്ങളുമായും ചർച്ചകൾ തുടരുകയാണെന്നും ലോകാരോഗ്യ സംഘടന. ദയാവധം നിയമവിധേയമാക്കുന്നതിനെതിരെ നിലപാട് കടുപ്പിച്ചു വത്തിക്കാൻ. ദയാവധം നരഹത്യയ്ക്ക് തുല്യമെന്നും യാതൊരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും സർക്കുലർ. ദയാവധത്തെ പിന്തുണയ്ക്കുന്ന നേതാക്കളും ഉദ്യോഗസ്ഥരും കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്നവരെന്നും വത്തിക്കാൻ. അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ പ്രതിഷേധവുമായി പലസ്തീൻ. അറബ് ലീഗ് യോഗത്തിന്റെ അധ്യക്ഷപദം ഉപേക്ഷിച്ചെന്ന് പലസ്തീൻ വിദേശകാര്യമന്ത്രി. നടപടി UAEയും ബഹ്റൈനും ഇസ്രായേലുമായി ഉടമ്പടികൾ ഒപ്പുവെച്ചതിനു പിന്നാലെ. പാരീസ് ഉൾപ്പെടെ ഫ്രാൻസിലെ 7 പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് കോവിഡ് പരിശോധന നിർബന്ധമെന്ന് ഇറ്റാലിയൻ ആരോഗ്യമന്ത്രി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് 981 പേർക്ക്. ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 2,99,000-ലധികം. മരണം 35,724. അംഗങ്ങളുടെ എണ്ണം 3-1 കുറയ്ക്കുമെന്ന് ഇറ്റാലിയൻ പാർലമെന്റ്. മാറ്റത്തിന് പിന്തുണ അറിയിച്ച് വോട്ട് ചെയ്തത് 67% ജനങ്ങൾ. MPമാരുടെ എണ്ണം 634-ൽ നിന്ന് 400 കുറയ്ക്കും. പ്രശസ്തമായ ലെക്കിംഗ് കോഫിക്കും അനുബന്ധ ബിസിനസ് സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തി ചൈനീസ് സർക്കാർ. 61 മില്യൺ യുവാൻ പിഴ ചുമത്തിയത് കണക്കുകളിൽ കൃത്രിമം കാണിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചതിന്. വ്യാജ കൂപ്പണുകൾ ഉപയോഗിച്ച് ലെക്കിംഗ് കോഫി അധികൃതർ വിൽപ്പന നടത്തിയെന്നും കണ്ടെത്തൽ. പാകിസ്ഥാനിലെ കറാച്ചിയിൽ ടെക്സ്റ്റൈൽ ഫാക്ടറിക്ക് തീയിട്ട സംഭവത്തിൽ 2 പേർക്ക് വധശിക്ഷ. 2012-ൽ നടന്ന തീപിടുത്തത്തിൽ 260 പേർ മരിച്ചിരുന്നു. ശിക്ഷിക്കപ്പെട്ട 2 പേരും മുജാഹിദ് ഖൗമി പ്രവർത്തകർ. ഒരു വനിത ഉൾപ്പെടെയുള്ള ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ ചന്ദ്രനിലേക്ക് അയക്കാൻ പദ്ധതിയിടുന്നതായി നാസ. ദൗത്യം നടപ്പിലാക്കുക 2024-ൽ. യാത്രയ്ക്കായി ചെലവിടുന്നത് $28 ബില്യൺ. ലൂണാർ ലാൻഡിംഗ് മൊഡ്യൂളിനു വേണ്ടി $16 ബില്യൺ ചെലവിടും. സൗദി അറേബ്യയുമായുള്ള ആയുധ വ്യാപാരം അവസാനിപ്പിക്കണമെന്ന് കാനഡയിലെ പൗര സംഘടനകൾ. ഇക്കാര്യം ഉന്നയിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് സംഘടനകളുടെ തുറന്ന കത്ത്.
സാഹസികമായി പാരാഗ്ലൈഡിംഗ് നടത്തി തുർക്കി പൗരൻ. പാരാഗ്ലൈഡിംഗിന് ഉപയോഗിച്ചത് കിടക്ക. ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിഡെ സുഗ ചൈനീസ് പ്രസിഡന്റുമായി ടെലിഫോണിൽ ചർച്ച നടത്തും. പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ചൈനയുമായി നടത്തുന്ന ആദ്യ സംഭാഷണമാകും ഇത്. കോവിഡിനെ തുടർന്ന് മാറ്റിവെച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ജപ്പാൻ സന്ദർശനം ചർച്ചയാകും. അബുദാബിയിൽ കനത്ത മൂടൽമഞ്ഞിൽ 21 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. അപകടം എമിറേറ്റ്സ് റോഡിൽ. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. തിരിച്ചെത്താൻ കഴിയാതെ വിദേശത്ത് കുടുങ്ങിയവരുടെ താമസരേഖയും റീ എൻട്രി വിസയും സ്വമേധയാ പുതുക്കി നൽകുന്ന നടപടി അവസാനിപ്പിച്ച് സൗദി അറേബ്യ. സ്പോൺസർ വഴി കാലാവധി ദീർഘിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയതായും സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ്. ഖത്തറിൽ നിലവിലുള്ള വിസയുടെ കാലാവധി കഴിഞ്ഞാലും 3 മാസം വരെ പുതിയ തൊഴിലിലേക്ക് മാറാൻ അനുമതി നൽകുന്ന നിയമം പ്രാബല്യത്തിൽ. തസ്തികകളിലേക്ക് താൽക്കാലികമായി തൊഴിലാളിയെ നിയമിക്കണമെങ്കിൽ തൊഴിലുടമ മന്ത്രാലയത്തിൽ പ്രത്യേക കരാർ സമർപ്പിക്കണമെന്നും പുതിയ ഉത്തരവ്. കോവിഡ് ബാധിച്ചവർക്കായി മസ്കറ്റിൽ കോവിഡ് ഫീൽഡ് ആശുപത്രി തുറന്നു. ഗുരുതരാവസ്ഥയിലല്ലാത്ത രോഗികളെ പ്രവേശിപ്പിക്കും. സൗകര്യമൊരുക്കിയത് പഴയ മസ്കറ്റ് വിമാനത്താവളത്തിൽ. 100 കിടക്കകൾ തയ്യാറാക്കും. ദുബായ് സഫാരി പാർക്ക് ഒക്ടോബർ 5 മുതൽ തുറക്കും. ഓൺലൈനായി ടിക്കറ്റുകൾ ലഭ്യമാകും. പ്രവൃത്തി സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ. സന്ദർശകരെ പ്രവേശിപ്പിക്കുക കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്. മക്കയിൽ പുതിയ ജലസംഭരണിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. മക്ക ഹറമിനും അനുബന്ധ കെട്ടിടങ്ങൾക്കും ആവശ്യമായ ജലം സംഭരിക്കുന്നതിനാണ് പദ്ധതി. ടാങ്കിൽ സംഭരിക്കാൻ കഴിയുക 1,40,000 ക്യൂബിക് മീറ്റർ ജലം. വിമാനങ്ങളും വിമാനത്താവളങ്ങളും അണുവിമുക്തമാക്കാൻ അതിനൂതന സാങ്കേതിക വിദ്യയുമായി സൗദി അറേബ്യ. അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ചുള്ള അണുനശീകരണവുമായി ബന്ധപ്പെട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് സൗദി ഗ്രൗണ്ട് സർവീസ് കമ്പനി രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലും സംവിധാനം ഏർപ്പെടുത്തും. 25ാമത് പുരുഷ വനിതാ ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് ഖത്തർ വേദിയാകും. മത്സരം അടുത്ത വർഷം സെപ്റ്റംബറിൽ. ഖത്തർ വീണ്ടും മത്സരത്തിന് വേദിയാകുന്നത് 20 വർഷത്തിന് ശേഷം. ഭവന വായ്പയും വാഹന വായ്പയും ഉൾപ്പെടുന്ന റീറ്റെയിൽ വായ്പകളുടെ പുനഃക്രമീകരണത്തിന് ഓൺലൈൻ പോർട്ടൽ സംവിധാനം അവതരിപ്പിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വായ്പകൾക്ക് 1 മുതൽ 24 മാസക്കാലം വരെ മൊറട്ടോറിയം അനുവദിക്കാം. വായ്പാ കാലാവധി നീട്ടി നൽകുന്നതിനും അപേക്ഷിക്കാം. ബാഴ്സലോണ താരം ആർട്ടൂറോ വിഡാൽ ക്ലബ്ബ് വിട്ടു. ഇറ്റാലിയൻ ക്ലബ്ബ് ഇന്റർ മിലാനുമായി താരം കരാർ ഒപ്പിട്ടു. €1 ബില്യൺ മുടക്കിയാണ് ചിലിയൻ താരത്തെ ബാഴ്സലോണയിൽ നിന്ന് ഇന്റർ മിലാൻ സ്വന്തമാക്കിയത്. മുൻ ബാഴ്സ താരം ഇവാൻ റാക്കിറ്റിക് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 2007 അരങ്ങേറ്റം കുറിച്ച റാക്കിറ്റിക് കഴിഞ്ഞ ലോകകപ്പിൽ ക്രൊയേഷ്യയെ ലോകകപ്പ് ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു. ബാഴ്സലോണ വിട്ട റാക്കിറ്റിക് നിലവിൽ കളിക്കുന്നത് സെവിയയ്ക്ക് വേണ്ടി. ഇറ്റാലിയൻ പൗരത്വം നേടുന്നതിനുള്ള പരീക്ഷയിൽ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ ലൂയിസ് സുവാരസിനെതിരെ അന്വേഷണം. ഇറ്റാലിയൻ ഭാഷാ പരീക്ഷയിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. 30 ചോദ്യങ്ങൾക്ക് അരമണിക്കൂറിൽ ഉത്തരം നൽകിയത് അസാധാരണമെന്ന് കണ്ടെത്തൽ. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം സിമോണ ഹാലപ്പിന്. പരിക്കിനെ തുടർന്ന് മത്സരത്തിനിടെ എതിരാളി കരോലിന പ്ലിസ്കോവ പിന്മാറിയതോടെയാണ് കിരീട നേട്ടം. നിലവിലെ ജേതാവ് കൂടിയായ പ്ലിസ്കോവയുടെ പിന്മാറ്റം ഫൈനലിൽ ആദ്യ സെറ്റ് നേടിയ ഹാലപ്പ് 2ാം സെറ്റിൽ 2-1 മുന്നിട്ട് നിൽക്കുമ്പോൾ. IPL-ൽ സഞ്ജു വി സാംസന്റെ തകർപ്പൻ പ്രകടനത്തിന്റെ മികവിൽ രാജസ്ഥാൻ റോയൽസിന് ജയം. ചെന്നൈ സൂപ്പർ കിങ്സിനെ 16 റൺസിന് തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 7 വിക്കറ്റ് നഷ്ടത്തിൽ 216 റൺസ് എടുത്തു. ചെന്നൈയുടെ മറുപടി 200 റൺസിൽ അവസാനിച്ചു. സഞ്ജു 32 പന്തിൽ നിന്ന് 74 റൺസ് നേടി. ഇനി നോക്കാം ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് 681 പേർക്ക് കോവിഡ്, 656 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ ഇന്ന് 11 മരണം റിപ്പോർട്ട് ചെയ്തു. 469 പേർക്ക് കൂടി രോഗമുക്തി. കൊല്ലം ജില്ലയിൽ ഇന്ന് 347 പേർക്ക് കോവിഡ്, 341 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം. ജില്ലയിൽ 2 കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 215 പേർക്ക് രോഗമുക്തി. കൊല്ലം അഞ്ചലിൽ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച ബന്ധുവായി 35-കാരൻ അറസ്റ്റിൽ. അഞ്ചൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തു. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ 403 പേർക്ക് കോവിഡ്, 8 പേർ വിദേശത്തു നിന്നും 26 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ.
363 പേർക്ക് സമ്പർക്ക രോഗബാധ. 2 പേരുടെ ഉറവിടം വ്യക്തമല്ല. കായംകുളം നഗരസഭയിലെ 5 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ്. രോഗം സ്ഥിരീകരിച്ചത് 3 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കും 2 ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കും. താൽക്കാലികമായി അടച്ച നഗരസഭ അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം തുറക്കുമെന്ന് ചെയർമാൻ. പത്തനംതിട്ടയിൽ ഇന്ന് 207 പേർക്ക് കോവിഡ്. 161 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 25 പേരുടെ ഉറവിടം വ്യക്തമല്ല. 2 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം. 117 പേർക്ക് ഇന്ന് കോവിഡ് മുക്തി. പത്തനംതിട്ടയിൽ ശക്തമായ മഴ 2 വീടുകൾ തകർന്നു. പെരിങ്ങമല സ്വദേശികളുടെ വീടാണ് തകർന്നത്. ആർക്കും പരുക്കില്ല. പത്തനംതിട്ട കീക്കൊഴൂരിൽ കാട്ടുപന്നി ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. വയലത്തല സ്വദേശി കൃഷ്ണൻകുട്ടിക്ക് പരിക്കേറ്റു. ഇദ്ദേഹത്തെ റാന്നി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. കോട്ടയം ജില്ലയിൽ 169 പേർക്ക് കൂടി കോവിഡ്. 161 പേർക്കും സമ്പർക്ക രോഗബാധ. 2 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം. 112 പേർക്ക് ഇന്ന് രോഗമുക്തി. കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ബ്ലോക്കിന് 36.42 കോടി രൂപ അനുവദിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 42.69 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. കോട്ടയം ജില്ലയിൽ 3 കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടി. മൂത്തോലി 7, വാഴപ്പള്ളി 21-2 എന്നീ പഞ്ചായത്ത് വാർഡുകൾ പുതിയ കണ്ടെയ്ൻമെന്റ് സോണായി. കരൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. മഹാത്മാഗാന്ധി സർവകലാശാല 2019-20 കാലയളവിലെ സ്പോർട്സ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഒക്ടോബർ 19 മുൻപ് നേരിട്ട് സമർപ്പിക്കണം. അപേക്ഷാ ഫോം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇടുക്കിയിൽ ഇന്ന് 42 പേർക്ക് കോവിഡ്. 38 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 4 പേരുടെ ഉറവിടം വ്യക്തമല്ല. 42 പേർക്ക് ഇന്ന് രോഗമുക്തി. എറണാകുളം ജില്ലയിൽ ഇന്ന് 406 പേർക്ക് കോവിഡ്. 379 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 10 ആരോഗ്യ പ്രവർത്തകർക്കും 8 INHS ജീവനക്കാർക്കും കോവിഡ്. ജില്ലയിൽ ഇന്ന് 250 പേർ രോഗമുക്തി നേടി. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകൾ നടത്തുന്നുവെന്നാരോപിച്ച് UDF-ന്റെ പ്രതിഷേധ ധർണ. പഞ്ചായത്ത് ഓഫീസിന് മുൻപിലായിരുന്നു ധർണ. പഞ്ചായത്ത് പാർലമെന്ററി ലീഡർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിൽ 369 പേർക്ക് കൂടി കോവിഡ്. 363 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം. 10 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ. 240 പേർ ഇന്ന് രോഗമുക്തി നേടി. പാലക്കാട് ജില്ലയിൽ ഇന്ന് 242 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 115 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 85 പേരുടെ ഉറവിടം വ്യക്തമല്ല. 235 പേർ കോവിഡ് മുക്തി നേടി. പാലക്കാട് തൃത്താല മുടവന്നൂരിലെ അനധികൃത ചെങ്കൽ ക്വാറി ഖനനവും കുന്നിടിക്കലും തടഞ്ഞ് റവന്യൂ അധികൃതർ. അനധികൃത മണ്ണ് കടത്താൻ ഉപയോഗിച്ച 6 ടിപ്പറും 1 മണ്ണുമാന്ത്രി യന്ത്രവും 2 പവർ ടില്ലറുകളും പിടികൂടി. പട്ടാമ്പി തഹസിൽദാർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മലപ്പുറം ജില്ലയിൽ ഇന്ന് 444 പേർക്ക് കോവിഡ്. 423 പേർക്കും സമ്പർക്ക രോഗബാധ. 8 പേരുടെ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ 468 പേർ ഇന്ന് രോഗമുക്തി നേടി. പോലീസുകാരനെതിരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. നടപടി KPCC അംഗം അഡ്വക്കേറ്റ് K ശിവരാമൻ നൽകിയ പരാതിയിൽ. കേസ് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം നിൽക്കുകയായിരുന്ന ശിവരാമനെ പോലീസ് ഉദ്യോഗസ്ഥൻ അകാരണമായി മർദ്ദിച്ചതിന്. ചങ്ങരംകുളം കാളാച്ചാൽ കേന്ദ്രീകരിച്ച് ചീട്ടുകളി നടത്തിയ സംഘത്തെ ചങ്ങരംകുളം പോലീസ് പിടികൂടി. സംഘം പിടിയിലായത് ചങ്ങരംകുളം CI ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ. ഇരമംഗലം, പുറങ്ങ്, എടപ്പാൾ, നടുവട്ടം സ്വദേശികൾക്കെതിരെ കേസ്. ബാലുശ്ശേരി MLA പുരുഷൻ കടലുണ്ടിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. MLA കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. MLAയുടെ ഡ്രൈവർക്ക് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കോഴിക്കോട് ജില്ലയിൽ 394 പേർക്ക് കൂടി കോവിഡ്. 363 പേർക്ക് സമ്പർക്ക രോഗബാധ. 21 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 130 പേർക്ക് രോഗമുക്തി. വയനാട് ജില്ലയിൽ ഇന്ന് 81 പേർക്ക് കൂടി കോവിഡ്. 75 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 4 പേർ ഇതര സംസ്ഥാനത്തു നിന്നും 2 പേർ വിദേശത്തു നിന്നുമാണ് എത്തിയത്. 61 പേർക്ക് ഇന്ന് രോഗമുക്തി. വയനാട്ടിൽ സാമൂഹിക സന്നദ്ധ സേനയിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റ് നൽകി. സർട്ടിഫിക്കറ്റ് വിതരണം ജില്ലാ കളക്ടർ ഡോക്ടർ അദീൽ അബ്ദുള്ള നിർവഹിച്ചു. ആദ്യ ബാച്ചിലെ 55 വോളണ്ടിയർമാർക്കാണ് സർട്ടിഫിക്കറ്റുകൾ നൽകിയത്.
കണ്ണൂർ ജില്ലയിൽ 143 പേർക്ക് കൂടി കോവിഡ്, 117 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ഒരാൾ വിദേശത്തു നിന്നും 9 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ. 215 പേർക്ക് കൂടി രോഗമുക്തി. കാസർഗോഡ് 197 പേർക്ക് കൂടി കോവിഡ്, 191 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം. 4 പേർ ഇതര സംസ്ഥാനത്തു നിന്നും 2 പേർ വിദേശത്തു നിന്നുമാണ് എത്തിയത്. 225 പേർക്ക് കൂടി രോഗമുക്തി. ഇനി ഫാക്ട് ചെക്ക്. അമൂലിന്റെ ഒരു പഴയ പരസ്യചിത്രം ഉപയോഗിച്ച് നടക്കുന്ന ഒരു വ്യാജ പ്രചാരണത്തിന്റെ സത്യാവസ്ഥ പരിശോധിക്കുക. രാജ്യത്തെ ഡയറി ഉൽപാദകരായ അമൂലിന്റെ ഒരു പരസ്യചിത്രം സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദത്തിന് കാരണമാവുകയാണ്. ചിത്രത്തിന് 1/4 നൂറ്റാണ്ട് പഴക്കമുണ്ട്. ഇത്രയും പഴയ ചിത്രം ഇപ്പോൾ പുകിലാകുന്നതിന്റെ കാരണം എന്താണ്? പരിശോധിക്കാം. രംഗീല എന്ന പഴയ ഹിന്ദി ചിത്രത്തെ ആസ്പദമാക്കി 1995 തയ്യാറാക്കിയ പരസ്യചിത്രം ഊർമിള മന്തോഡ്കറെ അപമാനിക്കുന്നതാണെന്ന് കാട്ടിയാണ് വിവാദം കൊഴുക്കുന്നത്. പഴയ പരസ്യചിത്രം വീണ്ടും ഷെയർ ചെയ്ത് ഇതേ ലക്ഷ്യത്തിനാണെന്നും ചിലർ വാദിക്കുന്നു. സമീപകാലത്ത് ബോളിവുഡ് വിവാദങ്ങളിൽ ഊർമിള നടത്തിയ അഭിപ്രായ പ്രകടനത്തിന്റെ പ്രതികാരമാണ് ഈ കുത്തിപ്പൊക്കൽ അവഹേളനമെന്നും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുയരുന്നുണ്ട്. ചിത്രത്തിൽ നോട്ട് മാസും എനിമോർ എന്ന് ചേർത്തിരിക്കുന്നത് ഊർമിള നിഷ്കളങ്കയല്ല എന്ന അർത്ഥത്തിലാണെന്നും ചിലർ കുറിക്കുന്നു. ചിത്രം ആരാണ് കുത്തിപ്പൊക്കിയത്? എന്താണ് വിവാദങ്ങളിലെ സത്യാവസ്ഥ? രംഗീല 25 വർഷം പൂർത്തിയാക്കുമ്പോൾ സന്തോഷം പങ്കുവയ്ക്കാൻ പഴയൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് സംവിധായകൻ രാം ഗോപാൽ വർമ്മ തന്നെയാണ്. മാത്രമല്ല, അതുവരെ മാസും ചിത്രത്തിലെ ബാലതാരം എന്നറിയപ്പെട്ടിരുന്ന ഊർമിള ഇനി മാസുമല്ല രംഗീല ആണെന്ന അർത്ഥത്തിലായിരുന്നു അമൂൽ പരസ്യം തയ്യാറാക്കിയിരുന്നത്. ഇതിനെയാണ് തെറ്റായ ക്യാപ്ഷനുകളോടെ വ്യാജവാർത്ത നിർമ്മിക്കാൻ ഉപയോഗിച്ചത്. ഇതിന് അമൂൽ കമ്പനിയുമായി ഒരു ബന്ധവുമില്ല. സിനിമ റിലീസ് ചെയ്ത് 1/4 നൂറ്റാണ്ട് പൂർത്തിയായ സന്തോഷത്തിൽ സംവിധായകൻ പങ്കുവച്ച ഒരു പരസ്യചിത്രം അനാവശ്യമായി വ്യാജപ്രചാരണത്തിന് ഉപയോഗിക്കുകയായിരുന്നു. ബോളിവുഡിലെ സമീപകാല വിവാദങ്ങൾ അത്ര ചെറുതല്ലെന്ന് കാണിക്കുന്നതാണ് ഈ സംഭവങ്ങൾ. ഇനി നാളെ പ്രതീക്ഷിക്കുന്ന ചില പ്രധാന വാർത്തകൾ. നാളത്തെ വാർത്തകൾ. സംസ്ഥാന മന്ത്രിസഭായോഗം നാളെ. പാലാരിവട്ടം പാലം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ മന്ത്രിസഭായോഗം പരിഗണിക്കും. മന്ത്രി KT ജലീലിനെതിരായ ആരോപണങ്ങളും ചർച്ചയായേക്കും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നാളെ ചേരും. ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശനത്തിലെ പാർട്ടി നിലപാട് ചർച്ചയാകും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ സ്വർണ്ണക്കടത്ത്, KT ജലീൽ വിവാദം ഉൾപ്പെടെ സർക്കാരിനെതിരായ ആരോപണങ്ങളും ചർച്ചയാക്കും. ലോക്ഡൌൺ കാലത്ത് വിമാന ടിക്കറ്റ് തുക മടക്കി നൽകണമെന്ന പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. പ്രവാസി ലീഗൽ സെൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിന്റെ കൂടി നിലപാട് പരിഗണിച്ചാകും ഹർജിയിൽ വിധിയുണ്ടാവുക. സുദർശൻ ടിവിയുടെ UPSC ജിഹാദ് പരിപാടിക്കെതിരെയുള്ള പൊതുതാൽപര്യ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ഹർജികളിൽ വാദം കേൾക്കുക ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച്. ഹിന്ദു മുസ്ലിം സൗഹൃദാന്തരീക്ഷം തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് TV ഷോ എന്നാണ് ഹർജികളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിൽ നടി റിയ ചക്രവർത്തിയുടെ ജാമ്യാപേക്ഷ ബോംബെ ഹൈക്കോടതി നാളെ പരിഗണിക്കും. റിയയുടെ സഹോദരൻ ഷുവിക് ചക്രവർത്തിയുടെ ജാമ്യാപേക്ഷയിലും വാദം കേൾക്കും. ഇരുവരുടെയും ജാമ്യാപേക്ഷ മുംബൈ മെട്രോപൊളിറ്റൻ മാജിസ്ട്രേറ്റ് കോടതിയും പ്രത്യേക സെഷൻസ് കോടതിയും തള്ളിയിരുന്നു. ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്. എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്കൊരു ടീ ടേൺ.